ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് രഞ്ജീസ് മാജിക് ബാൻഡിൻ്റെ ബാക്കിയാണ്. ഓക്കെ, ഞാനൊരു വീഡിയോ എടുത്തിട്ട് തളർന്ന് നിൽക്കുകയാണ്. അതായത് ഇതിൻ്റെ കഴിഞ്ഞ പാർട്ട് തന്നെ ഞാൻ ഇന്ന് തന്നെ എടുത്തു. അതാണ് ഒരേ ഷാളും ഒരേ ഉടുപ്പല്ല. നിങ്ങൾ കുളിക്കാതെ വന്നതെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം തളർന്ന് ശബ്ദമൊക്കെ പോയി. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകാവൂ. On his way back home, Renji passed Mr. Kumar's sports shop next to the clock tower. It was one of his favorite haunts. Mr. Kumar had been a state player once and had scored a century in a match against Tanzania. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പാരഗ്രാഫ് വായിക്കുകയാണെങ്കിൽ ഞാൻ അർത്ഥം പറഞ്ഞാൽ അവൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് മിസ്റ്റർ കുമാർ എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ ആളുടെ സ്പോർട്സ് ഷോപ്പിന്റെ മുന്നിൽ കൂടെയാണ് അവൻ പോകുന്നത്. അതായത് ക്ലോക്ക് ടവറിന്റെ തൊട്ടടുത്താണ് മിസ്റ്റർ കുമാറിന്റെ സ്പോർട്സ് ഷോപ്പ് വരുന്നത്. എന്തൊരു കട്ടി വാക്കുന്നത്. അപ്പം സ്പോർട്സ് ഷോപ്പ് വരുന്നത് അതിന്റെ തൊട്ടടുത്ത് കൂടെയാണ് രഞ്ജി എന്നും പോവാറ്. അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമായിരുന്നു എന്ന് പറയുന്നത് മിസ്റ്റർ കുമാറിന്റെ ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടെ ഇങ്ങനെ പരതി നടക്കാൻ. മിസ്റ്റർ കുമാർ എന്ന് പറയുന്ന അദ്ദേഹം നമുക്ക് വേണമെങ്കിൽ മിസ്റ്റർ കുമാറിന്റെ അവൻ്റെ ഒരു അങ്കിളായിട്ട് എടുക്കാം. അവൻ്റെ ആ ഒരു അങ്കിള് തന്നെയാണ് കേട്ടോ. അവൻ അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. അപ്പം നമുക്കൊക്കെ ടീച്ചർ അങ്ങനെയാണ് പറഞ്ഞത്, അങ്കിൾ എന്നാണ് പറഞ്ഞത്. അപ്പം അങ്കിളായിട്ടുള്ള അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു ക്രിക്കറ്റിൽ. അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് സെഞ്ചുറി മീൻസ് ഇങ്ങനെ 50 സെഞ്ചുറിയായി 100 സെഞ്ചുറിയായി 100 റൺ അടിക്കുമ്പോഴാണ് എന്ത് സംഭവം അടിക്കുമ്പോഴാണ് ഒരു 100 റൺസ് ആണ് ഒരു സെഞ്ചുറി എന്ന് പറയുന്നത്. ഞാൻ താഴെ കളിക്കാൻ പോയിരുന്നു. താഴെ എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. അവന് ഭയങ്കരമായിട്ട് ക്രിക്കറ്റിനോട് പ്രാന്തായിരുന്നു. അവൻ എന്നെ കൊണ്ട് ബോളൊക്കെ എറിയിപ്പിക്കായിരുന്നു. എത്ര മതിയാക്കാൻ പറഞ്ഞാലും മതിയാക്കില്ല. അങ്ങനത്തെ ഓക്കെ ഗൈസ്, അപ്പം അങ്ങനെയായിരുന്നു. അപ്പം എനിക്കതിൻ്റെ അങ്കം പൊങ്ങും എന്ന് വെച്ച് കഴിഞ്ഞാൽ മാലും തലയും അത് മാത്രമേ എനിക്ക് അറിയാമോളൂ. ഞാൻ നോക്കിക്കോളാം. അപ്പം അങ്ങനെ ഒരുപാട് സെഞ്ചുറീസ് ഒക്കെ അടിച്ചു കൊടുത്തിട്ടുള്ള ഒരു മാൻ ആയിരുന്നു മിസ്റ്റർ കുമാർ എന്ന് പറയുന്നത്. ടാൻസാനിയക്കെതിരെ സ്കോർ ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇതിപ്പോ കേരള എന്ന് വെച്ചാൽ ഇതിപ്പോ ടാൻസാനിയ എന്ന് വെച്ചോ. മിസ്റ്റർ കുമാർ ഇവിടെ നിന്ന് അടിക്കുന്നു, ടാൻസാനിയെ തോൽപ്പിക്കുന്നു, അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. Now he was too old for first class cricket, but he liked encouraging young players. He thought Renji would make a good cricketer, as good as India's famous players. He just loved to stare at Mr. Kumar's goods. Cricket bats, balls, badminton rackets, hockey sticks, but today he didn't feel like going in. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മിസ്റ്റർ കുമാറിന് ഒരുപാട് വയസ്സായി, അങ്ങനെ ക്രിക്കറ്റ് ഒന്നും കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ അദ്ദേഹത്തിന് ഈ കൊച്ചു കളിക്കാരെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉത്സാഹപ്പെടുത്താൻ ഭയങ്കര ഇതായിരുന്നു. നീ അത് ചെയ്യണം, നീ അത് ചെയ്താൽ നിനക്ക് ഇത് കിട്ടും, ഭയങ്കര അടിപൊളിയാണ്, ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ നിന്റെ ജീവനാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉത്സാഹപ്പെടുത്താൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, പ്രോത്സാഹിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിനെ ഒരു ഗുഡ് ക്രിക്കറ്റർ, അതായത് ഒരു നല്ല ക്രിക്കറ്റ് കളിക്കാരനാക്കണമായിരുന്നായിരുന്നു ആഗ്രഹം. പിന്നീട് എന്താണ് ശരിക്കും പറഞ്ഞാൽ രഞ്ജിക്ക് മിസ്റ്റർ കുമാറിന്റെ ഷോപ്പിൽ കയറിയിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ നിരീക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് ഒരു ബാറ്റ്, ഒരു കുറെ ക്രിക്കറ്റ് ബാറ്റ്, ബോള്, ബാഡ്മിന്റൺ കളിക്കുന്ന ഷട്ടിൽ ബാറ്റും ഈ ഷട്ടിൽ കോക്ക് ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പം എന്താണ് ആ ഹോക്കി സ്റ്റിക്കുകളൊക്കെ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇന്ന് അവൻ കളി തോറ്റുപോയില്ലേ അവന്റെ മണ്ടത്തരം കാരണം. അപ്പം അവൻ എന്ത് ചെയ്യാൻ പോകാൻ പറ്റില്ല. ഇന്നൊന്നും അല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ നടക്കുന്ന കഥയാണത്. Renji, where are you running off to? Mr. Kumar's jovial voice stopped him. എന്ന് വെച്ച് കഴിഞ്ഞാല് രഞ്ജി നീ ഇന്ന് എവിടെയാക്കാ പോകുന്നതെന്ന് പറഞ്ഞിട്ട് മിസ്റ്റർ കുമാറിന്റെ ജോവിയൽ വോയിസ് മീൻസ് സന്തോഷം നിറഞ്ഞ ശബ്ദം. ഓക്കെ, ആ ഒരു മധുരമായ ശബ്ദം, മധുരമായിരിക്കില്ല, ഭയങ്കര ഗാംഭീര്യമായിരിക്കില്ലേ, ഒരു വയസ്സായ ആളല്ലേ, അപ്പം ഗാംഭീര്യമായിരിക്കില്ല. രഞ്ജി നീ അങ്ങനെ സന്തോഷത്തോടെ ഗാംഭീര്യത്തോടെ പറയുന്നു, അങ്ങനെ വേണം പറയാൻ. അപ്പം ആ ശബ്ദം ഇങ്ങനെ അവനെ നിർത്തി. He walked slowly into the shop. അവൻ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോയി.
എൻ്റെ കോമാളി മുഖമൊന്നും കണ്ടിട്ട് നിങ്ങൾ ചിരിക്കുന്നത്. ഓക്കെ, അപ്പം വാട്ട്സ് റോങ് വിത്ത് യു, നിന്നെ കൊണ്ട് എന്താണ്, നിനക്ക് എന്താണ് പറ്റിയത്? വാട്ട്സ് റോങ് വിത്ത് യു എന്ന് വെച്ചാൽ നിനക്ക് എന്താ തെറ്റ് എന്നിങ്ങനെയല്ല, നിനക്ക് എന്താണ് പറ്റിയത് അങ്ങനെയാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം വരുന്നത് യു ലുക്ക് സോ മോൺഫുൾ. മോൺഫുൾ മീൻസ് വിഷമിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പം നീ എന്തിനാ ഭയങ്കരമായിട്ട് നീ വിഷമിച്ചിരിക്കുന്നല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. മിസ്റ്റർ കുമാർ സ്പോക്ക് ടു ഹിം cheerfully as usual. എന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ എന്താണ്, പതിവ് പോലെ. ഓക്കെ, മിസ്റ്റർ കുമാർ അവൻ്റെ അടുത്ത് പതിവ് പോലെ ചോദിച്ചു എന്ന് പറയാണ്. ഓ നത്തിങ്, ഐ ജസ്റ്റ് കോൾഡ് എ ഡക്ക്. ഡക്ക് മീൻസ് ഇങ്ങനെ ഒരു ഡക്ക് മീൻസ് ഇതിൻ്റെ അകത്ത് വേറെ എന്തോ ഒരു വാക്കാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ പഠിച്ചത് ഒരുപാട് നാൾ മുൻപേ ആയതുകൊണ്ട് ഞാൻ മറന്നുപോയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഡക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്തോ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്തോ മണ്ടൻ അങ്ങനെ എന്തോ ആണ്ടാണ് ഉദ്ദേശിച്ചത്, താറാവ് എന്ന വാക്കല്ല. അപ്പം എന്താണ്, ഓ ഇന്ന് ഞാനൊരു മണ്ടനെ പോലെ ഇന്ന് ഞാൻ പൂജ, അത് തന്നെ പൂജ്യം എനിക്ക് കിട്ടി, പൂജ മുട്ട കിട്ടി എന്ന് പറയണം. മുട്ട കിട്ടി എനിക്ക്, മുട്ട ഞാൻ വാങ്ങിച്ചു എന്ന് പറയാണ്. രഞ്ജി tried to cheer himself up. രഞ്ജി എന്ത് ചെയ്തു, താനെ ഇങ്ങനെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. He went on to tell Mr. Kumar about the match. അവൻ ഇങ്ങനെ പതുക്കെ നടന്നിട്ട് മിസ്റ്റർ കുമാറിനോട് ആ മാച്ചിനെ പറ്റിയിട്ട് സംസാരിക്കാൻ ചെന്നു. Come on, let me show you something. നീ ഇങ്ങ് വന്നേ, ഞാൻ നിന്നെ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മിസ്റ്റർ കുമാർ led Renji to inner room of the shop when he had finished. അദ്ദേഹത്തിന്റെ ഒരു പഴയ മുറി ഉണ്ട്, സ്പോർട്സ് ഷോപ്പിന്റെ ഒരു മുറിയിലോട്ട് രഞ്ജിനെ കൊണ്ടുപോയിരുന്നു. Puzzled, Renji followed Mr. Kumar through the curtained partition at the back of the shop. He found himself in a badly lit room stacked to the ceiling with all kinds of old and second-hand sporting goods, torn football bladders, broken bats, rackets without strings, broken darts and ആദ്യമേ ബ്രോക്കൺ ബാറ്റ്സ്, പിന്നീട് ബ്രോക്കൺ ഡാർട്സ്. ഓക്കെ, ഡാർട്സ് ആൻഡ് ടാറ്റേർഡ് ബാഡ്മിന്റൺ നെറ്റ്സ്. അതായത് രഞ്ജിയെ പഴയ ഒരു മുറിയിലേക്ക് ഈ മിസ്റ്റർ കുമാർ കൊണ്ടുപോവാണ്. നമ്മളില്ല സിനിമകളിലൊക്കെ കണ്ടിട്ടില്ല, മറ്റേ ആളുകൾ അങ്ങനെ അടിച്ചു കൊല്ലാൻ കൊണ്ടുപോകുന്ന മുറി ഉണ്ടല്ലോ, ഈ ത്രില്ലർ സിനിമയിലൊക്കെ ഇങ്ങനെ വലിച്ചഴിച്ചുകൊണ്ട് പോയി തലക്കടിച്ച് കൊല്ലുന്നൊക്കെ സീനുണ്ടല്ലോ, അതുപോലെ. അപ്പം ഞാനിങ്ങനെ എക്സ്പ്ലനേഷൻ മൂവീസിൽ കാണുന്നതാണ് കേട്ടോ, ഞാൻ അല്ലാതെ മൂവി കാണാറില്ല. നോക്കാം. അപ്പം ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിനെ അങ്ങനെ ഒരു മുറിയിലോട്ട് കൊണ്ടുപോവാണ്. മുറിയിൽ കൊണ്ടുപോയിട്ട് അടിച്ച് കൊല്ലൊന്നുമില്ല. അവിടെ അതിൽ കുറേ സാധനങ്ങൾ, അങ്ങനെ പഴകിയ സാധനങ്ങൾ, അതായത് കീറി പറഞ്ഞ സാധനങ്ങളൊക്കെ, പന്ന സാധനങ്ങളൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് രഞ്ജി കണ്ടു എന്ന് പറയാണ്. കർട്ടൻ ഇട്ട ബാക്ക് പോർഷനിൽ ഒരു മുറിയാണ് അത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്ന് ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ, എൻ്റെ തൊണ്ട മൊത്തം പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യാൻ. ബൈ.